ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. രണ്ടു മൂന്ന് പേരെ കൊന്നിട്ടുള്ള വലിയ റൗഡിയാണ്. അയാളുടെ പഞ്ചായത്ത് മെമ്പർ പോലുമല്ല വർത്തമാന കേരളത്തിൽ. ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞാണ്. ഞാൻ അയാളെക്കാൾ ഡെസിഗ്നേറ്റഡാണ്. ഞാൻ ഒരു MLA ആണ്. കുമാരൻ ആരാ നീ ചെട്ടുകൾക്ക് അറിയില്ല. എന്റെ വാപ്പ ആരാണെന്നറിയാമോ? എന്റെ വാപ്പ ഈ നാട്ടിലെ ഏറ്റവും വലിയ മന്ദബുദ്ധിയായിരുന്നു. ഇയാൾ ആരാണ്? ഇയാൾ വലിയ തമ്പുരാനാണെങ്കിൽ CPM-ന്റെ സെക്രട്ടറിയാണ്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അത് CPM-കാരോട് കാണിച്ചാൽ മതി, നാട്ടുകാരുടെ പെരടിക്ക് കാണിച്ചല്ല. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ഞാൻ ഷാജിയെ കുറിച്ച് ഇവിടെ പറഞ്ഞത്, ആ മനുഷ്യൻ അഹങ്കാരം കൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കിയാൽ, നിന്റെ കളി എന്നോട് വേണ്ട. അഹങ്കാരം കൊണ്ടുണ്ടാക്കുന്ന മനുഷ്യരൂപത്തിന്റെ കഷണ്ടി കൂടി ഉണ്ടായാൽ അത് KM ഷാജിയെ പോലെ ഇരിക്കുമെന്നേ. അയാൾ പ്രസംഗത്തിനിടയിൽ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നറിയൂ, ആരാണ് ഈ പിണറായി? അല്ല സാർ, ആളറിയാതെ വേണ്ട അഭ്യാസം നടക്കണ്ട. ഞാൻ ചോദിക്കുക, പിണറായി ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലുമാണോ? ഒരു കൈവതം നാറ്റുകരുത്. ഞാൻ ഒരു MLA ആണ്. ആര്? KM ഷാജി. അതല്ലേ മുതലാളി, ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഞാൻ ശരിയായിക്കോളൂ. ഒരു MLA ആകുന്നതാണോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം? ഞാൻ മണ്ഡലം പ്രസിഡന്റാ. നീ മണ്ഡലാണെങ്കിൽ ഞാൻ മകരവിളക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഷാജി, നിനക്കും നിന്റെ പാർട്ടിക്കും നിന്റെ പാർട്ടിയുള്ള പഞ്ചായത്തിൽ ജീവിക്കുന്നവർക്കും എല്ലാരും പാവത്തന്മാരാണേ. ചരിത്രമെന്ന് പറയുന്നത് ഹറാമാണെന്ന് ഞങ്ങൾക്കറിയാം. ഷാജിയേട്ടാ, ഇവിടെ നിന്നെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിന്റെ രക്ഷിതാക്കൾ ചിന്തിക്കുന്നതിന് മുൻപ് 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് MLA ആയി കടന്നുപോയവരാണ് പിണറായി വിജയനെന്ന്. പിന്നെ ചൂടാണ്ട് AC ഇല്ല. ആ പേരുദ്ധരിക്കാൻ കേരളത്തിലെ കള്ളക്കച്ചവടത്തിന്റെ ഏജന്റ് നിനക്കെന്തധികാരം? ആചാര്യ നിൽക്കാണ് കൂടെ 10-15 സൈത്താന്മാരും കണ്ണീക്കിന് പൊന്നീറ്റ പറക്കണം. പറയാനുള്ളതും MLA ആകുന്നതുമാണ് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ യോഗ്യതയെങ്കിൽ ഊത് അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്. ഉറപ്പായി ഒളിമ്പിയൻ എനിക്ക് പാരയാവും. ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് കള്ളക്കച്ചവടക്കാർ എന്നെ വേർപ്പിക്കല്ലേ മുതലാളി, എനിക്ക് വേർപ്പിന്റെ അസുഖമാണെന്ന് മുതലാളിക്ക് അറിയാലോ. പിണറായി വിജയൻ പോലും ഒരു കാര്യം പറഞ്ഞേക്കാൻ ഷാജി, ഇപ്പൊ ഞാൻ പോട്ടെ സാറേ, ഞാനിവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം.